CITU നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമായി നിങ്ങൾ നൽകിയ ഈ ഹൃദ്യമായ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറയേണ്ട കാര്യമില്ല, എങ്കിലൊരു ഔപചാരികതയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തലാണ്. CITUവിൻ്റെ ദേശീയ സെക്രട്ടറി എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് സ്വീകരണം നൽകാനൊക്കെയുള്ള അഭ്യർത്ഥനകൾ, ആവശ്യങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഹൃദ്യമായ സ്വീകരണം കോഴിക്കോടിൻ്റെ സ്വീകരണം തന്നെയാണ്. കാരണം ഞാൻ ഈ കോഴിക്കോട് നിന്നാണ് ട്രേഡ് യൂണിയൻ രംഗത്ത് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയത്. ഞാൻ ജനിച്ചു വളർന്നത് വാഴക്കാട് പഞ്ചായത്തിലാണ്. അക്കാലത്ത് അത് കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്നു. 67 ഐക്യമുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ 68 തോന്നുന്നു, 69 ആ പ്രദേശം ചാലിയാറിൻ്റെ കിഴക്ക് ഭാഗം മലപ്പുറം ജില്ലയിൽ. അങ്ങനെ ഞാൻ മലപ്പുറം ജില്ലക്കാരനായി. മലപ്പുറം ജില്ലയിലാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തുടക്കം കുറിച്ചത്. കർഷക തൊഴിലാളി യൂണിയനിൽ KSYF-ലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പാർട്ടി ഘടകത്തിലുണ്ടായിരുന്നു, പാർട്ടി ബ്രാഞ്ച്, പിന്നെ ലോക്കൽ കമ്മിറ്റി വരെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചില അടുത്ത സഖാക്കൾ മാവൂരിൽ എന്തെങ്കിലും ഒരു തൊഴിൽ സംഘടിപ്പിക്കാനും കഴിയും, അവിടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെ എന്നെ ഉപദേശിച്ച് ആ വിധത്തിൽ മാവൂരിലെത്തിച്ചേർന്നത് 1973-ലോ 74-ലോ മറ്റോ ആണ്. അന്ന് സംഘടനാ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എൻ്റെ നേതാവായിരുന്ന സഖാവ് ധർമ്മജൻ എൻ്റെ തൊട്ട് മുമ്പിൽ എഴുതി വെച്ചു. ബിർള കൂട്ടം പൾപ്പ് ആൻഡ് ഫൈബർ വർക്കേഴ്സ് ഫെഡറേഷൻ എന്ന പേരിലുള്ള കരാർ തൊഴിലാളികളുടെ ഒരു യൂണിയൻ. റയോൺസ് ഫാക്ടറിയിൽ പെറ്റി കോൺട്രാക്ടേഴ്സ്, ചെറിയ ചെറിയ കോൺട്രാക്ടർമാരാണ്. അത് കരാർ തൊഴിലാളി നിയമം നടപ്പിൽ വന്നപ്പോൾ 1970-ലാണ് കോൺട്രാക്ട് ലേബർ റെഗുലേഷൻ ആൻഡ് അബോളിഷൻ ആക്ട് എന്ന് പറയുന്ന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്. ഇത് കരാർ തൊഴിലാളിയുടെ സംരക്ഷണത്തിന് വേണ്ടി 20-ഓ അതിലധികമോ തൊഴിലാളികളെ ജോലി ചെയ്യിക്കുന്ന കരാറുകാർക്ക് ബാധകമാകുന്ന നിയമമാണ്. അപ്പോൾ ബിർള എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാ കരാറുകാരുടെയും തൊഴിലാളികളുടെ എണ്ണം 20-ൽ കുറച്ചു, 19 ആക്കി. ജോലി എടുപ്പിക്കുന്നത് 100 ആയിരിക്കും, പക്ഷേ രജിസ്റ്ററിൽ 19. അപ്പോൾ അവർ നിയമമൊന്നും പാലിക്കേണ്ട. അതായിരുന്നു അന്നത്തെ അവസ്ഥ. ആ തൊഴിലാളികളുടെ ഒരു യൂണിയൻ ഉണ്ടായിരുന്നു. ആ യൂണിയൻ്റെ അന്നത്തെ സെക്രട്ടറി MK കുഞ്ഞുകുഞ്ഞായിരുന്നു, ധർമ്മജൻ പ്രസിഡന്റ്. ഞാൻ ആ യൂണിയൻ്റെ ഒരു യോഗത്തിൽ പങ്കെടുത്തു, അതിൽ കമ്മിറ്റിയിലായി. അങ്ങനെ സാവകാശത്തിൽ ആ യൂണിയൻ്റെ സെക്രട്ടറിയായി. അങ്ങനെയാണ് മാവൂരിൽ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. പാർട്ടി മെമ്പർഷിപ്പ് മാവൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് തന്നെ ഞാൻ അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയിൽ മെമ്പറായി. അന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ധർമ്മജനോ അശോകനോ ആരോ സഖാക്കളാരോ ആയ ധർമ്മജനൻ്റെ. അങ്ങനെയാണ് പ്രവർത്തനം ആരംഭിച്ചത്. മാവൂർ റയോൺസിലെ കരാർ തൊഴിലാളികളുടെ നിരവധി സമരങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് മറ്റ് സംഘടനകൾ, അവിടെ INTUC, AITUC, STU, CITU, ഇത്രയും സംഘടനകളാണ് പ്രബല സംഘടനകൾ. BMS-ഉം HMS-ഉം ഒക്കെ ഉണ്ടായിരുന്നു. ആ തൊഴിലാളികൾക്ക് ഐഡൻറ്റിറ്റി കാർഡ് കിട്ടണം, തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കണം. ഞാനവിടെ ചെല്ലുന്ന കാലത്ത് ഒരു തൊഴിലാളിക്ക് ഒരു ദിവസത്തെ കൂലി 5 രൂപ. പിന്നീട് അതൊക്കെ മാറ്റം വന്നു. ദീർഘമേറിയ സമരത്തെ തുടർന്ന് ഏതാണ്ട് 1400 കരാർ തൊഴിലാളികളെ കമ്പനി തൊഴിലാളികളായി മാറ്റുന്ന ഒരു എഗ്രിമെൻറ്റിൽ എത്തിക്കാൻ സാധിച്ചു. അത് മാവൂരിൻ്റെ ഒരു ചരിത്രമാണ്. ആ പ്രവർത്തനം നടത്തുന്നതിനിടയിൽ 1985 കോഴിക്കോട് ജില്ലയിലെ മോട്ടോർ തൊഴിലാളി യൂണിയൻ്റെ സെക്രട്ടറിയായി ചുമതലയെടുക്കാൻ CITU ജില്ലാ കമ്മിറ്റി എന്നോട് നിർദ്ദേശിച്ചു. ആ യൂണിയൻ്റെ നേതൃത്വത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ CITU ജില്ലാ കമ്മിറ്റി ആലോചിച്ചു. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുക്കേണ്ടി വന്നത്. അന്ന് സഖാവ് പനങ്ങാട് രാജൻ, ഗോപി എന്ന് പറയുന്നൊരു പ്രധാന പ്രവർത്തകരുണ്ട്. പ്രസിഡൻ്റായി സഖാവ് മൂസക്കുട്ടി. ഇപ്പം ആരോഗ്യപരമായി പുറത്തിറങ്ങാൻ കഴിയാതെ നിൽക്കുന്ന സഖാവ് അശോകൻ, KG അശോകൻ, മുഹമ്മദ് കോയ, ഒരുപാട്
പ്രധാനപ്പെട്ട പ്രവർത്തകർ അന്ന് ഉള്ളവരുണ്ട്. ഞാൻ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ജില്ലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിയനായിരുന്നു കോഴിക്കോട് ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ. അതിൻ്റെ സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ എൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി മാറിയപ്പോഴാണ് ചുമതല ഒഴിഞ്ഞത്. CIT ജില്ലാ സെക്രട്ടറിയായി. അതിലൂടെയാണ് പിന്നീട് കോഴിക്കോട് ജില്ലയിലും സംസ്ഥാനത്തും ട്രേഡ് യൂണിയൻ പ്രവർത്തകനായി പതുക്കെ പതുക്കെ വളർന്നു വന്നു. മോട്ടോർ തൊഴിലാളി ഫെഡറേഷനിൽ അംഗമായി, അതിൻ്റെ ഭാരവാഹിയായി. പിന്നെ ഈ ഓട്ടോറിക്ഷ, ബസ് ട്രാൻസ്പോർട്ട്, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഇതെല്ലാം ചേർത്ത് ഒരു കോൺഫെഡറേഷൻ രൂപീകരിച്ചു. ഭരതൻ സഖാവായിരുന്നു അന്നത്തെ അതിൻ്റെ പ്രസിഡന്റ്. എറണാകുളത്തെ TM മുഹമ്മദ് എന്ന് പറയുന്ന മരിച്ചുപോയ അദ്ദേഹം അതിൻ്റെ പ്രധാന നേതാവായിരുന്നു. ഞാൻ പിന്നീട് ആ സംഘടനയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഇവിടെ മോട്ടോർ തൊഴിലാളി യൂണിയനിൽ പ്രവർത്തിക്കുന്ന കാലത്താണ് KTCയിലെ ദീർഘമേറിയ സമരം, പണിമുടക്ക് സമരം നടന്നു. നിരവധി പ്രക്ഷോഭ സമരങ്ങൾ മോട്ടോർ വ്യവസായ മേഖലയിൽ തൊഴിലാളികൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മോട്ടോർ തൊഴിലാളികൾക്ക് ഫെയർ വേജസ് ആക്ട് പ്രകാരം ഒരു കൂലി നിർണയം ഉണ്ടായത് ഞാൻ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന അക്കാലത്തെ സമരത്തെ തുടർന്നാണ്. പങ്കജാക്ഷൻ എന്ന തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ കാലത്ത്, അത് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വലിയ സമരം നടത്തിയാണ് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് പേയ്മെൻറ്റ് ഓഫ് ഫെയർ വേജസ് ആക്ട് എന്ന നിയമം അസംബ്ലി പാസ്സാക്കിയത്. അത് തൊഴിലാളികൾക്ക് വളരെയേറെ ഗുണം ചെയ്തതാണ്. സംഘടിതമായി വരുന്നവർക്ക് അതിന് നേട്ടം ഉണ്ടാവുള്ളൂ. അസംഘടിത മേഖലയിൽ അത്ര പെട്ടെന്ന് അത് എഫക്റ്റ് ചെയ്യും. അതുപോലെ യോജിച്ച സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും അക്കാലത്തുണ്ടായി. മാവൂരിൽ നിന്ന് പ്രധാനമായും ഉൾക്കൊണ്ട ഒരു പാഠമാണ് തൊഴിലാളി വർഗ ഐക്യം. സംഘടനകൾ പലതുണ്ടെങ്കിലും പൊതു പ്രശ്നങ്ങളിൽ യോജിച്ച് നിൽക്കുക എന്ന സംസ്കാരം മാവൂരിൽ നിന്നാണ് പഠിച്ചത്. എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്നാണ് ബിർള മാനേജ്മെൻറ്റിനെതിരായി സമരങ്ങളൊക്കെ നടത്തി. ധർമ്മജൻ്റെ നേതൃത്വത്തിൽ മാവൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ഒരു കാൽനട നടത്തിയിരുന്നു. ഒരിക്കലും പട്ടിണി മാർച്ച് എന്നതിന് എൻ്റെ പേര്. ദീർഘകാലം കമ്പനി പൂട്ടിക്കിടന്നപ്പോൾ ഒരു സമരകാലത്ത് മുഖ്യമന്ത്രി കരുണാകരനാണ് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം വഴി കുറേ ദിവസങ്ങൾ നടന്നാണ് തിരുവനന്തപുരത്തെത്തിയത്. ഒരിക്കൽ കമ്പനി ദീർഘകാലം പൂട്ടിക്കിടന്ന ഘട്ടത്തിൽ അത് തുറക്കാനുള്ള സമരത്തിൻ്റെ ഭാഗമായി കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവായ RN സാബുവിൻ്റെ കോഴിക്കോട്ടുള്ള വീട്ടിൻ്റെ മുമ്പിൽ സമരം ചെയ്യാൻ തീരുമാനിച്ചു. ആ സമരം ചെയ്യുന്നവരൊക്കെ പിടിച്ച് ജയിലിലിട്ടു. ഒരാഴ്ച എന്നെയും തടവിന് ശിക്ഷിച്ചു. ആദ്യമായി തടവ് ശിക്ഷ, ജയിൽ ശിക്ഷ അനുഭവിച്ചത് ആ സമരത്തിൻ്റെ ഭാഗമായി. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അനുഭവത്തിലൂടെയാണ് വളർന്നു വന്നത്. പിന്നെ മറ്റ് പല മേഖലകളിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ LCT ബോർഡിലെ ജീവനക്കാരുടെ സംഘടനയുടെ പ്രസിഡൻ്റായി ഞാൻ പ്രവർത്തിക്കുകയാണ്. KSFE സ്റ്റാഫ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ഞാനിവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പല നേതാക്കന്മാർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. TP അത് അനുസ്മരിച്ചു. വാസുവേട്ടൻ, PT രാജൻ, അയ്യപ്പൂട്ടി, ഇവരൊക്കെ ഈ നഗരത്തിലെ ട്രേഡ് യൂണിയൻ്റെ തിളങ്ങുന്ന വിളക്കുകളായിരുന്നു. ഏത് ഘട്ടത്തിൽ, ഏത് പ്രശ്നത്തിലും ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, ഇവരൊക്കെ തൊഴിലാളി പ്രസ്ഥാനം കോഴിക്കോട് വികസിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ചവരാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ UDFൻ്റെ ഒരു സമരകാലത്ത് വിദ്യാർത്ഥികളുടെ സമരത്തെ പോലീസ് നിഷ്ഠൂരം തല്ലിച്ചതയ്ക്കുമ്പോൾ പോലീസിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി ഓട്ടോറിക്ഷ കയറ്റി തൊഴിലാളികൾ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച, അത്ര ധീരത കാണിച്ചവരാണ് ഈ നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ഓരോരുത്തരുടെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ ആരെങ്കിലും വിട്ടുപോയാൽ അവർക്ക് വിഷമം ഉണ്ടാവുന്നുള്ളതുകൊണ്ട്. എൻ്റെ കൺമുന്നിലുണ്ട് അന്ന് പാളയത്തൊക്കെ ആ സഖാക്കൾ വഹിച്ച പങ്ക്. 69 അതിശക്തമായ ട്രാൻസ്പോർട്ട് സമരത്തിന് നേതൃത്വം കൊടുത്ത T ദാസനെ പോലുള്ള സഖാക്കൾ ഈ നഗരത്തിലെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന് വലിയ സംഭാവന ചെയ്ത നേതാക്കളിൽ ഒരാൾ. അങ്ങനെയാണ് ഇവിടുത്തെ പ്രസ്ഥാനം വളർന്നു വന്നത്. കോഴിക്കോട് ജില്ലയിൽ CIT ഒരു മഹാശക്തിയായി. കേരളത്തിൽ അതിൻ്റെ വളർച്ചയെ സംബന്ധിച്ച് TP ഇവിടെ പറഞ്ഞു. ഞാനത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയിപ്പോൾ എൻ്റെ ചുമതല
കേരളത്തെ ഒരു 2ാം സ്ഥാനത്താക്കാൻ പറ്റുമോ നോക്കലാണ്. ഇപ്പൊ ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ CITU പ്രസ്ഥാനത്തിലെ മെമ്പർഷിപ്പ് കൊണ്ട് കേരളം 1ാമതാണ്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ചിട്ട് എങ്ങനെ കേരളത്തെ 2ാം സ്ഥാനത്താക്കാം, ഇവിടുത്തെ കുറച്ചിട്ടല്ല മറ്റുള്ളിടത്ത് വർദ്ധിപ്പിച്ചിട്ട്, അതിനുള്ള ശ്രമമാണ് നടത്താൻ പോകുന്നത്. ഈ വെല്ലുവിളി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അതുകൊണ്ട് ശക്തമായി നോക്കണം, അല്ലെങ്കിൽ പിറകെ പോയാൽ നാണക്കേട. 60 കോടിയോളം തൊഴിലാളികളുണ്ട് ഇന്ത്യ രാജ്യത്ത്. അതിൽ സ്ഥിരമായ ജോലിയും മാസശമ്പളവും ഒക്കെ കൃത്യമായി കിട്ടുന്ന ഒരു 4 കോടിക്കും 5 കോടിക്കും ഇടയിലുള്ള ആളുകളെ ഉള്ളൂ. സർക്കാർ ജീവനക്കാർ, കേന്ദ്ര ജീവനക്കാർ, പട്ടാളക്കാർ, പോലീസുകാർ, ബാങ്ക് ജീവനക്കാർ, ഇൻഷുറൻസ് ജീവനക്കാർ, വൻകിട ഫാക്ടറികളിലെ സ്ഥിരം ജോലിക്കാർ, റെയിൽവേയിലെ സ്ഥിരം ജോലിക്കാർ എന്ന് പറയുന്ന ആളുകൾ. ബാക്കിയുള്ള 50 കോടി ഈ 4 കോടിക്കടുത്ത് വരുന്നവർ കഴിച്ചാൽ ബാക്കി 55 കോടി ആളുകളും സാധാരണ കൂലിവേലക്കാരാണ്. അതിൽ 20 കോടിയോളം കർഷക തൊഴിലാളികളാണ്. പരമദയനീയമാണ് അവരുടെ അവസ്ഥ. കേരളത്തിൽ മാത്രമാണ് ഒരു നല്ല കൂലി കിട്ടുന്നത്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ദിവസക്കൂലി കിട്ടുന്ന സംസ്ഥാനം കേരളമാണെന്ന് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടിലുണ്ട്. അവർ 970 രൂപയാണ് കണക്കാക്കിയത്. പക്ഷെ 1200 രൂപയാണ് ഒരു ദിവസത്തെ ഒരു അൺസ്കിൽഡ് ലേബറുടെ കേരളത്തിലെ കൂലി. അതാണ് ഈ കുടിയേറ്റ തൊഴിലാളികൾ അവരുടെ ഗൾഫിനെ പോലെ കേരളത്തെ കാണുന്നത്. വടക്കേ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ വന്ന് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന 25 ലക്ഷത്തിലധികം കുടിയേറ്റ തൊഴിലാളികളുണ്ടെന്നാണ് കണക്ക്. അവരില്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് കൂലിപ്പണിയൊന്നും നടക്കില്ല. കേരളത്തിലെ കുട്ടികൾ അധികവും നല്ല വിദ്യാഭ്യാസം നേടി നല്ല ജോലി ആഗ്രഹിക്കുന്നവരാണ്. ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ കുട്ടികളെയും കൂലിപ്പണിക്ക് അയക്കുന്നില്ല. അത്രമാത്രം വിദ്യാഭ്യാസം ഉയരുകയാണ്. അതിന് മാത്രം വിദ്യാഭ്യാസം ഉയരുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 5 വയസ്സ് പൂർത്തിയാകുന്ന മുഴുവൻ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. ഇപ്പം എന്താ സ്കൂളുകളുടെ നിലവാരം നിങ്ങൾ നോക്ക്. ഹൈടെക് ക്ലാസ് മുറികളാണ് സർക്കാർ സ്കൂളുകൾ. പണ്ട് കോഴിക്കോട് നഗരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനം സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ഉടനെ അന്വേഷിക്കുക, പ്രസന്റേഷൻ സ്കൂളിലൊരു സീറ്റ് കിട്ടും, പ്രോവിഡൻസിൽ കിട്ടും. ഇങ്ങനെയൊക്കെയായിരുന്നു നോക്കുക. ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലൊരു സീറ്റ് കിട്ടും. അതിന് ശുപാർശക്കായി MLA-മാരെ MP-മാരെ അന്വേഷിച്ചു വരുമായിരുന്നു രക്ഷിതാക്കൾ. അത്തരം സ്കൂളുകളിൽ വലിയ സംഭാവനയും ഫീസും കൊടുത്ത് പഠിച്ചിരുന്ന കുട്ടികളിൽ 5 ലക്ഷം കുട്ടികളാണ് പേര് വെട്ടിയിട്ട് സർക്കാർ സ്കൂളിലേക്ക് മാറിയത് കേരളത്തിൽ. കരുണാകരൻ്റെ കാലത്തല്ല, ആന്റണിയുടെ കാലത്തല്ല, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷമുള്ള കാലത്താണ് ഈ മാറ്റം ഉണ്ടായത്. ഹൈടെക് സ്കൂളുകൾ, നിങ്ങൾ ഈ നഗരത്തിലെ സ്കൂൾ നോക്കുക. ഒരു നടക്കാവ് സ്കൂൾ നമ്മൾ അത്ഭുതത്തോടെ കണ്ടു. കാരപ്പറമ്പ് സ്കൂൾ അതിനേക്കാൾ നന്നായി. മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂൾ അതിനേക്കാൾ മെച്ചപ്പെട്ടു. ഫറോക്ക് ഗണപത ഹയർ സെക്കൻഡറി സ്കൂൾ അതിനേക്കാൾ ഉയർന്നു. എല്ലാ സ്കൂളുകളും, ഹൈസ്കൂളുകളും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പഠനം നടത്താവുന്ന സൗകര്യങ്ങൾ, ക്ലാസ് മുറികൾ, ശുചിമുറികൾ, ഭക്ഷണം, യൂണിഫോം ഗവൺമെൻറ് കൊടുക്കുന്നു, പാഠപുസ്തകം ഗവൺമെൻറ് കൊടുക്കുന്നു. ഒരു ക്ലാസ് ഒരു വർഷം 10 മാസം കഴിഞ്ഞ് ക്ലാസ് പൂർത്തിയാവും. കൊല്ലപ്പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ അടുത്ത വർഷത്തെ പഠനത്തിലേക്ക് പോകുമ്പോൾ ആ സ്കൂളിൽ നിന്ന് അധ്യയന വർഷം അവസാനിച്ച് പോകുന്ന ദിവസം അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകം കൊടുത്തിട്ടാണ് ഗവൺമെൻറ് വിടുന്നത്. അധ്യയന വർഷം ആരംഭിച്ച 6-7 മാസം കഴിഞ്ഞിട്ടും പാഠപുസ്തകം കിട്ടാത്ത കാലം ഈ കേരളത്തിലുണ്ടായിരുന്നു. 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം കിട്ടാത്തതുകൊണ്ട് 5ാം ക്ലാസ്സിലെയും 3ാം ക്ലാസ്സിലെയും കൂടി കൂട്ടിക്കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ മന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ. പാഠപുസ്തകങ്ങളുടെ ഫോട്ടോ കോപ്പി എടുത്ത് ക്ലാസ്സിൽ കൊടുത്ത കാലം ഉണ്ടായിരുന്നു. ഇന്നൊക്കെ എത്ര മാറി. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ മികച്ച വിദ്യാലയങ്ങളായി. വിദ്യാഭ്യാസം ഉയർന്നു. നമ്മുടെ കുട്ടികൾ കേരളത്തിൽ ജോലി കിട്ടുന്നില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തോ ലോകത്തോ അവർക്ക് അനുയോജ്യമായ തൊഴിൽ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് പോകാനുള്ള മിടുക്കന്മാരായി, മിടുക്കികളായി. ഇതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. അതിൽ തൊഴിലാളികൾ വഹിച്ച പങ്ക് ചെറുതല്ല. ഈ മാറ്റമൊക്കെ കേരളത്തിൽ ഉണ്ടാക്കിയത് തൊഴിലാളികളുടെയും
തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണല്ലോ നമ്മുടെ സമൂഹത്തിൽ മഹാഭൂരിപക്ഷം. സർക്കാർ ജീവനക്കാർ, അധ്യാപകന്മാർ, പോലീസുകാർ, അതുപോലുള്ള സംഘടിത ജീവനക്കാരുണ്ട്. അല്ലാത്ത അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, ലോറി, ബസ്, ഓട്ടോറിക്ഷ, ഇതിലൊക്കെ ജോലിയെടുക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾ. നിർമ്മാണ മേഖലയിൽ അതുപോലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, നമ്മുടെ സ്കീം വർക്കേഴ്സ്, അംഗൻവാടി, ആശ, സ്കൂൾ ഭക്ഷണം പാചകം ചെയ്യുന്നവർ, കൈത്തറി തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, പരമ്പരാഗത മേഖലയിൽ തൊഴിലാളികൾ, വഴിയോര കച്ചവടം ചെയ്യുന്നവർ, വ്യത്യസ്ത വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അവരുടെ ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളിലൂടെ ചിലപ്പോൾ സമരങ്ങളാവാം, ചിലപ്പോൾ മറ്റ് പരിപാടികളാവാം, അതിലൂടെ പതുക്കെ പതുക്കെ അവരുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുക. ഗവൺമെൻറ് ഇടപെടൽ വരും, കൂലി നിശ്ചയിക്കും, അതിലൂടെ ഇങ്ങനെ മാറ്റം വരും. ആ മാറ്റം വരുന്നതിനനുസരിച്ച് അവരുടെ വാങ്ങൽ കഴിവ് വർദ്ധിക്കും. ഒരു ദിവസം 100 രൂപ വരുമാനമുള്ളവൻ 150 രൂപ വരുമാനമായി മാറിയാൽ ആ പണവും കൂടി മാർക്കറ്റിലേക്ക് വരിക ചെയ്യാൻ, പണം മുഴുവൻ വീട്ടിലട്ടിക്ക് വെക്കുകയല്ല ചെയ്യുക. അങ്ങനെ വരുമ്പോൾ കോഴിക്കോട് നഗരം വികസിക്കും, കുറ്റിക്കാട്ടൂർ വികസിക്കും, പെരുവായിൽ വികസിക്കും, മാവൂർ വികസിക്കും, നാടാകെ വികസിക്കും. ജനങ്ങളുടെ വരുമാനമാണ് അതിൻ്റെ പ്രശ്നം. ഗൾഫ് ഒരു കാലത്ത് നമുക്ക് വലിയ സംഭാവനയായിരുന്നു. ഗൾഫിൽ നിന്ന് ജോലിക്ക് നല്ല ശമ്പളമൊക്കെ കിട്ടി വരുമാനം നാട്ടിലേക്ക് അയച്ചപ്പോൾ അത് വലിയ തോതിൽ ഒരു അവന്യൂ തുറന്നു കിട്ടി. ഇപ്പോൾ കേരളത്തിലെ തൊഴിലാളികൾക്ക് നല്ല വേതനം കിട്ടുന്നുണ്ട്, അങ്ങാടികളൊക്കെ സജീവമായി. അങ്ങനെയാണ് പുതിയ പുതിയ കച്ചവട സ്ഥാപനങ്ങൾ, നഗരങ്ങൾ വലുതാവുന്നത്. നാട് വികസിക്കുക എന്ന് പറഞ്ഞാൽ റോഡും തോടും മാത്രമല്ല, ജനങ്ങളുടെ ജീവിത വികാസമാണ് യഥാർത്ഥ വികസനം. 82 വയസ്സായാലും ആൾ മരിക്കുന്നില്ല എന്നുള്ള കേരളത്തിലെ അവസ്ഥ. ആയുർ ദൈർഘ്യം, ശരാശരി ആയുസ്, കേരളത്തിലെ ജനങ്ങളുടെ ശരാശരി ആയുസ് 84 വയസ്സാണ്. ഇന്ത്യയിൽ ഇത്രയധികം കാലം ജീവിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ മറ്റൊരു സ്റ്റേറ്റിലുമില്ല. 5 വയസ്സ് പൂർത്തിയാകുന്ന മുഴുവൻ കുട്ടികളും സ്കൂളിൽ പോകുന്നു. അതിദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതാക്കി. ലോകത്ത് അതൊരു വലിയ വാർത്തയായി. എങ്ങനെയാണ് ഈ അതിദാരിദ്ര്യം കേരളം ഇല്ലാതാക്കി? ഇത് സോഷ്യലിസ്റ്റ് രാജ്യമൊന്നുമല്ല. ചൈനയിൽ നിന്നൊരു സംഘം ആളുകൾ കേരളത്തിൽ വന്നു. നിങ്ങൾക്ക് എങ്ങനെയത് സാധിച്ചു? 1949 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം ഏറ്റെടുത്ത ചൈനയിൽ ഞങ്ങൾക്ക് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? അവരോട് വിശദീകരിച്ചു കൊടുക്കും. 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന് തീരുമാനമാണ് കേരളത്തിൽ അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവർ ആരൊക്കെ. അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മാനദണ്ഡം നിശ്ചയിച്ചു. വളരെ അവശരായി കഴിയുന്നവർ, നോക്കാൻ ആളില്ലാത്തവർ, രോഗികൾ, മരുന്ന് കിട്ടാത്തവർ, അങ്ങനെയൊക്കെയുള്ള ഒരു വിഭാഗം, അവരെ കണ്ടുപിടിക്കാൻ സർവേ നടത്താൻ തീരുമാനിച്ചു. സംസ്ഥാനം മുഴുവൻ സർവേ നടത്തി. എന്നിട്ടാണ് ഒരു 69,000 ആളുകൾ ഈ ഇങ്ങനെയുള്ള ഒരു വിഭാഗം ഉണ്ടെന്ന് കണ്ടെത്തിയത്. അവർക്ക് മുഴുവൻ ഭക്ഷണം, പരിചരണം, മരുന്ന് എന്നിവ കിട്ടാൻ ഉറപ്പുണ്ടാക്കി. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളെ ചുമതലപ്പെടുത്തി. ആ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഗവൺമെൻറ് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തതായി പ്രഖ്യാപനം നടത്തുന്നത്. അതാണ് ലോകത്തിൻ്റെ നെറുകയിൽ നമ്മുടെ കേരളം എത്തി. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയല്ല. നിങ്ങൾ നോക്കൂ, ഇന്നലെ കോൺഗ്രസിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു വയനാട്ടിൽ. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഒരു ദിവസം മുഴുവൻ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ മീറ്റിങ്ങിലെ വാർത്തകൾ സംപ്രേഷണം ചെയ്യലും എഴുതലുമായിരുന്നു അവരുടെ പ്രധാന തിരക്ക്. 100 സീറ്റ്, 150 സീറ്റ് ലേലം ചെയ്ത് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേട്ടാൽ എല്ലാം അവിടുന്ന് ബത്തേരിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് ഇതൊക്കെ തീരുമാനമെടുക്കുന്നത് തോന്നും. നിങ്ങൾക്കാർക്കും ഒരു പങ്കുമില്ല, ജനങ്ങൾക്കൊരു പങ്കുമില്ല. ഈ വിധത്തിലാണ് മാധ്യമങ്ങൾ പെരുമാറുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കിട്ടാവുന്ന അവസരത്തിലെല്ലാം പരിഹസിക്കുക, ജനങ്ങൾക്കിടയിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക. മറുഭാഗത്ത് UDFനെയും BJPയെയും വാനോളം പുകഴ്ത്തുക. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ എൻ്റെ DP പ്രസംഗവും പറഞ്ഞില്ലേ, ഇന്ത്യയിലെ തൊഴിലാളികൾ തകർക്കുന്ന 4 നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കി. ലേബർ കോഡുകൾ 29 തൊഴിൽ നിയമങ്ങളെ 4 ചുരുക്കിയതാണ്. അതിലാദ്യത്തെ കോഡ് പാർലമെന്റിൽ വന്നപ്പോൾ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ട്, രാജ്യസഭയിലാണ് വോട്ടെടുപ്പാണെന്ന്, ലോകസഭയിൽ വോട്ടെടുപ്പ് പോലും നടന്നില്ല. ലോകസഭയിൽ ആകെ CPMന് 3 മെമ്പർമാരാണ് ഉണ്ടായിരുന്നത്. 542 ലോകസഭയിലെ എണ്ണം, 225 രാജ്യസഭയിലെ എണ്ണം.
അതുകൊണ്ട് രാജ്യസഭയിൽ 10 ആൾ എഴുന്നേറ്റ ആൾ ശ്രദ്ധിക്കും, മറ്റിടത്ത് ആൾ ശ്രദ്ധിക്കില്ല, കടൽ പോലെ കിടക്കുക. ആ ബില്ല് കോഡ് ഓൺ വയ്ക്കുന്ന ബില്ല് വന്നപ്പോൾ വോട്ടെടുപ്പ് വേണമെന്ന് ആരിഫ് ആവശ്യപ്പെട്ടു. സ്പീക്കർ കേട്ട ഭാവം നടിച്ചില്ല. ബില്ല് 3ാം വായന കഴിഞ്ഞ് ഐക്യകണ്ഠേന പാസ്സായതായി എന്ന് പ്രഖ്യാപിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? ആത്മഹത്യ ചെയ്യാന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. രാജ്യസഭയിൽ മൊത്തം എണ്ണം കുറവ്, പിന്നെ ഞങ്ങളൊരു 5-8 പേര് ഇടതുപക്ഷം, പിന്നെ കുറച്ച് LPF എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ DMKൻ്റെ ട്രേഡ് യൂണിയൻ, സമാജ്വാദി പാർട്ടി ഇതിൻ്റെ കൂടെ നിന്നു. അങ്ങനെ എല്ലാം കൂടി ഒരു 11 പേര് വോട്ടെടുപ്പിൽ എതിർത്ത് വോട്ട് ചെയ്തു. വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു, വോട്ടെടുപ്പ് നടത്തിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ വോട്ടെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് BJPയോടൊപ്പമാണ് വോട്ട് ചെയ്തത്. ഗുലാം നബി ആസാദാണ് പ്രതിപക്ഷ നേതാവ്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഒന്നും വിട്ടു നിന്നാൽ മതിയായിരുന്നു. വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാതെ മാറി നിൽക്കാം. ഇതാണ് അവർ. ആ നിയമം 3 എണ്ണവും പാസ്സായി, 4 കോഡും പാസ്സായി. 1 ആദ്യം, പിന്നെ 3 കഴിഞ്ഞ്. 3 എണ്ണം പിന്നീട് പാസ്സാകുമ്പോൾ ഞങ്ങൾ സഭയിലില്ല, ഞങ്ങൾക്ക് സസ്പെൻഷനിലായി, പുറത്തായിരുന്നു. ആ അവസരം കൊണ്ടൊന്ന് പാസ്സായി. ഈ നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ നടപ്പാക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ഒരല്പം മടിച്ചു നിന്നു. കാരണം കടുത്ത എതിർപ്പ് വന്നപ്പോൾ, തൊഴിലാളികളുടെ എതിർപ്പ്, സമരങ്ങൾ. അപ്പോൾ ഈ ബില്ല് പാസ്സായെങ്കിലും നോട്ടിഫൈ ചെയ്ത് നടപ്പിലാക്കാൻ കുറച്ച് സമയമെടുക്കും. അതിനിടയിൽ എന്താ കേന്ദ്രം ചെയ്ത്? എല്ലാ സംസ്ഥാനങ്ങളോടും ഈ ബില്ലിൽ പറയുന്ന വ്യവസ്ഥകളനുസരിച്ച് നിലവിലുള്ള സംസ്ഥാന നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ ആവശ്യപ്പെട്ടു. തൊഴിൽ എന്ന് പറയുന്ന പ്രശ്നം ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയം. സംസ്ഥാനത്തിന് നിയമം ഉണ്ടാക്കാം, കേന്ദ്രത്തിന് നിയമം ഉണ്ടാക്കാം. അപ്പം അതുകൊണ്ട് സംസ്ഥാനത്ത് കുറേ നിയമങ്ങളുണ്ട്, അതെല്ലാം ലേബർ കോഡിനനുസരിച്ച് മാറ്റം വരുത്തണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു. കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനങ്ങളിൽ വന്ന് സംസ്ഥാന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വിട്ടു. കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് വിളിച്ചാൽ അവർക്ക് വോട്ടിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകാർ, IASകാർ, അവർ കേന്ദ്രത്തിൻ്റെ പിടിയിലാണ്. അവർക്ക് മുട്ടുപറയ്ക്കും. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, ജോലി സമയം 12 മണിക്കൂർ വരെ ദീർഘിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ നിയമ ഭേദഗതി വരുത്തണം. ഒരാവശ്യമാണ്. ഇന്ന് 8 മണിക്കൂറാണ് ജോലി, അത് 12 മണിക്കൂർ വരെ ദീർഘിപ്പിക്കാൻ അവസരം നൽകുന്ന നിയമങ്ങൾ ഇപ്പോൾ ഇന്ത്യ രാജ്യത്തുണ്ടായി. ആ ഉണ്ടാക്കിയ കൂട്ടത്തിൽ കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ട്, രാജസ്ഥാനിലെ പഴയ കോൺഗ്രസ് ഗവൺമെൻറ്, അശോക് ഗെഹ്ലോട്ടിൻ്റെ ഗവൺമെൻറ്, ബാക്കി BJP ഗവൺമെൻറ്റുകൾ. ബംഗാൾ മാത്രം അതിൽ വിട്ടുനിന്നു, കേരളം വിട്ടുനിന്നു, ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാക്കി. ഇതാണ് ഇന്ത്യ രാജ്യം. അങ്ങനെ പല നിയമങ്ങളും സംസ്ഥാനങ്ങളും ഉണ്ടാക്കി. കേരളം അതിൽ നിന്ന് മാറിയിരുന്നു. നേരിട്ട് കേന്ദ്രം ഇത് നടപ്പാക്കുന്നതിന് ഒരു അമാന്തം കാണിച്ചു, ഭയപ്പെട്ടിട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ എല്ലാ ജാഥയും എല്ലാ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, ഇന്ത്യ മുന്നണി. പക്ഷേ നമ്മൾ ജയിക്കാൻ പറ്റിയില്ല. BJP വലിയ വിജയം. അതോടുകൂടി അവരുടെ ആത്മവിശ്വാസം വളർന്നു. ഇനി ഒന്നും നോക്കാനില്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള നിലയിൽ അവർ 4 ലേബർ കോഡും നടപ്പാക്കിയതായി നോട്ടിഫൈ ചെയ്തു. ഇനി നിയമത്തിലൊരു ചട്ടം ഉണ്ടാക്കണം, റൂൾസ് ഉണ്ടാക്കണം. ആക്ട് ആൻഡ് റൂൾസ് രണ്ടും രണ്ടാണ്. ആ റൂൾസ് ഫ്രെയിം ചെയ്തു, ഇപ്പം നോട്ടിഫൈ ചെയ്തു. 45 ദിവസം വരെ അതിൽ ആക്ഷേപം കൊടുക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, നിങ്ങൾക്കൊക്കെ അവകാശമുണ്ട്. എന്നിട്ട് ഈ ആക്ഷേപങ്ങൾ കൂടി നോക്കിയാണ് അത് ഫൈനലൈസ് ചെയ്യുക. ഒരു മാറ്റവും വരുത്തില്ല, അതൊരു നടപടിക്രമമാണ്. ഈ സാഹചര്യത്തിലാണ് കേരള ഗവൺമെൻറ് ഒരു തൊഴിലാളി സമ്മേളനം വിളിച്ചു കൂട്ടി, ലേബർ കോൺക്ലേവ്. ലേബർ കോഡിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ ഒരു സമ്മേളനം. കേരള സർക്കാരിൻ്റെ തൊഴിൽ വകുപ്പ്, ശിവൻകുട്ടി CITUവിൻ്റെ നേതാവാണ്, തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്, വിദ്യാഭ്യാസ മന്ത്രിയാണ്, വിളിച്ചുകൂട്ടി. അതിൽ ദേശീയ ട്രേഡ് യൂണിയനുകളിലൊക്കെ നേതാക്കന്മാർ വന്നു, കുറേ തൊഴിൽ നിയമങ്ങളുടെ പാണ്ഡിത്യമുള്ള കുറേ വിദഗ്ധന്മാർ വന്നു. നല്ലൊരു സമ്മേളനമായിരുന്നു തിരുവനന്തപുരത്ത്. ഞാനും TP ഒക്കെ അതിൽ പങ്കെടുത്തിരുന്നു. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞു, തൊഴിലാളികളുടെ താല്പര്യം തകർക്കുന്ന ഈ ലേബർ കോഡുകൾ കേരളത്തിൽ നടപ്പാക്കുന്നതല്ല. ഇങ്ങനെ പറയാൻ ഒരു മുഖ്യമന്ത്രിയെ ഈ ഇന്ത്യ രാജ്യത്തുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ മുഖ്യമന്ത്രിയാണ് തെരുവിലിട്ട്
ചവിട്ടി അരക്കുന്നത് ഒരു പറ്റം മാധ്യമങ്ങളും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും അവരുടെ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് തൊഴിലാളി പക്ഷത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ നട്ടെല്ലുണ്ടോ? ഇതൊക്കെയാണ് ചർച്ചാ വിഷയമാകേണ്ടത്. ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ രജിസ്ട്രേഷൻ കിട്ടാൻ പ്രയാസമാണ്. ഒരു ട്രേഡ് യൂണിയൻ വേണ്ട. ഇപ്പം നിലവിലുള്ള മുഴുവൻ ട്രേഡ് യൂണിയനും രജിസ്ട്രേഷൻ കിട്ടിയ ട്രേഡ് യൂണിയൻ പുതിയ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണം, അതിന് അപേക്ഷ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ രജിസ്ട്രേഷൻ കിട്ടുമെന്നതിന് എന്താ ഉറപ്പ്? കേരളത്തിൽ കിട്ടും, വേറെ എവിടെ കിട്ടും? ട്രേഡ് യൂണിയൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിലവകാശം സംരക്ഷിക്കാൻ പറ്റുമോ? ട്രേഡ് യൂണിയൻ നിയമപ്രകാരമുള്ള ഒരു സ്ഥാപനമാണ്. നോട്ടീസ് കൊടുക്കാം. ഒരു കമ്പനി അടച്ചുപൂട്ടാൻ 100 അതിലധികമോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനി അടച്ചുപൂട്ടുകയോ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ റിട്രഞ്ച് ചെയ്യുകയോ പിരിച്ചുവിടുകയോ ചെയ്യണമെങ്കിൽ ആ കമ്പനി നിൽക്കുന്ന സംസ്ഥാനത്തിലെ ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി വേണമെന്നായിരുന്നു പഴയ നിയമം. അപേക്ഷ കൊടുത്താൽ 3 മാസത്തിനുള്ളിൽ ആ ഗവൺമെന്റ് അനുമതി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. അതുവരെ പൂട്ടാൻ പറ്റില്ല. തൊഴിലാളിയെ സംരക്ഷിക്കാൻ ഉണ്ടാക്കിയ നിയമം 1949 ഒന്നാം ലേബർ കമ്മീഷൻ നിയോഗിച്ച് ഇന്ത്യ ഗവൺമെന്റ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഗജേന്ദ്ര ഗാഡ്കർ, മുൻ ജസ്റ്റിസ്, സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന ഗജേന്ദ്ര ഗാഡ്കർ, അന്ന് തൊഴിലാളി താല്പര്യം സംരക്ഷിക്കലായിരുന്നു അജണ്ട. രണ്ടാം ലേബർ കമ്മീഷൻ രവീന്ദ്ര വർമ്മ, RSSകാരനായ വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത് നിലവിലുള്ള നിയമങ്ങളിലെല്ലാം മാറ്റം വരുത്താൻ രവീന്ദ്ര വർമ്മ നിർദ്ദേശിച്ചു. പക്ഷെ തൊടാൻ ആർക്കും ധൈര്യം വന്നില്ല. അതാണ് ഇപ്പം നടത്തി. ഇപ്പൊ നിയമത്തിൽ എന്താ പറയുന്നത് അറിയോ? നേരത്തെ 100 അതിലധികമോ തൊഴിലാളികളുള്ള കമ്പനികൾ പൂട്ടാൻ മുൻകൂർ അനുമതി വേണം. ഇപ്പോഴോ 300 അതിലധികമോ തൊഴിലാളികളുള്ള കമ്പനികൾ പൂട്ടാൻ മാത്രമേ സർക്കാർ അനുമതി ആവശ്യമുള്ളൂ. ഇപ്പോഴത്തെ കമ്പനികളിൽ സ്ഥിരം തൊഴിലാളികളുടെ എണ്ണം 50, 60, 70. മൊത്തം ജോലിക്കാർ 5000, 6000 ഉണ്ടാവും. അവർ പകുതി കരാർ തൊഴിലാളികൾ, പിന്നെ കുറച്ച് കാഷ്വൽ തൊഴിലാളികൾ, ബാക്കി അപ്രന്റീസ്, പിന്നെ ട്രെയിനി. ഇപ്പോൾ ഒരു പുതിയ വിഭാഗം വന്നിരിക്കുന്നു, ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ്, നിശ്ചിത കാലത്തേക്ക് ജോലിക്ക് കൊടുക്കുക. കമ്പനി സ്ഥിരമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണെങ്കിലും ഒരു 100 പേരെ ഒരു കൊല്ലത്തേക്ക് നിയമിക്കാം, 2 കൊല്ലം എന്ന് പറഞ്ഞ് നിയമിക്കാം. അതിനുള്ള അവകാശം മുതലാളിമാർക്കുണ്ട്. ആ 2 കൊല്ലം അവർ ജോലി ചെയ്യുമ്പോൾ സ്ഥിരം തൊഴിലാളിക്ക് ചെയ്യുന്ന കൂലി കിട്ടും. അതാണ് ഇപ്പോൾ പൊക്കി കാണിക്കുന്നത്. പക്ഷേ അവർക്ക് 2 കൊല്ലം കഴിഞ്ഞാൽ ജോലി ഉണ്ടാവുമോ? തുടർച്ചയായി ജോലി ഉണ്ടാവുമോ? ഫാക്ടറി അവിടെയുണ്ട്, അവർ ചെയ്യുന്ന ജോലിയുണ്ട്. പക്ഷെ ഇവർക്ക് ജോലി ഉണ്ടാവുമോ? മുതലാളിക്ക് ഇഷ്ടം ഉണ്ടായി കൊടുത്താൽ. മുതലാളിക്ക് ഇഷ്ടം ഉണ്ടാവണമെന്ന് എന്ത് ചെയ്യണം? തൊഴിലാളി അച്ചടക്കത്തോടെ ജോലി ചെയ്യണം. മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല, യൂണിയനിൽ ചേരാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ അവന്റെ കാലാവധി കഴിഞ്ഞാൽ വീണ്ടും ഒരു കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ കൊടുക്കാം. അവർ യൂണിയനിൽ ചേർന്നാലോ മുതലാളിക്ക് ഇഷ്ടം തീർന്നു, കാലാവധി കഴിഞ്ഞാൽ അപ്പം അവസാനിപ്പിക്കാം. ജീവിതകാലത്തിൽ ഒരിക്കലും അവന് സ്ഥിരം ജോലി കിട്ടില്ല. ട്രേഡ് യൂണിയൻ ഇല്ലാത്ത തൊഴിൽ പരിസരം, ട്രേഡ് യൂണിയൻ ഫ്രീ വർക്ക് പ്ലേസസ്, ഇതാണ് ഇന്നത്തെ മുതലാളിമാരുടെ താല്പര്യം. അതുണ്ടാക്കാനാണ് ഈ നിയമം ഉണ്ടാക്കി കൊടുത്തത്. ഈ രാജ്യത്തിലെ എല്ലാ തൊഴിലാളികളും, റെയിൽവേ തൊഴിലാളികൾ, ഫാക്ടറി തൊഴിലാളികൾ, ഇലക്ട്രിസിറ്റി ബോർഡിലെ തൊഴിലാളികൾ, ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ, എല്ലാ മേഖലയിലെ തൊഴിലാളികളും അവരുടെ അവകാശങ്ങൾ നേടുന്നവരുടെ സംഘടനയിലൂടെയാണ്. ആ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നിയമം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിനെതിരായിട്ടാണ് ഈ ഫെബ്രുവരി 12 ദേശീയ പണിമുടക്ക് പ്രഖ്യാപിക്കാൻ ആലോചിക്കുന്നത്. ഈ മാസം 9-ാം തീയതി ദേശീയ കൺവെൻഷൻ ഡൽഹിയിൽ ചേരുക. അവിടെ വെച്ചാണ് പരസ്യ പ്രഖ്യാപനം നടത്താൻ പോകുന്നത്. ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും ശക്തമായ പണിമുടക്കായിരിക്കും. ഈ പണിമുടക്കിലൂടെ ആവശ്യപ്പെടുന്ന ലേബർ കോഡ് പിൻവലിക്കണമെന്നാണ്. ഇന്ത്യ ഗവൺമെൻറ് പിൻവലിക്കുന്നില്ലെങ്കിൽ താമസിയാതെ 2ാം ഘട്ട പണിമുടക്കിലേക്ക് നീങ്ങണമെന്നാണ് ആലോചിക്കുന്നത്. അതിശക്തമായ പണിമുടക്ക് സമരങ്ങളിലൂടെ തൊഴിലാളി വിരുദ്ധമായ നിയമങ്ങളിൽ നിന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനെ പിന്തിരിപ്പിക്കണം. അതിനുള്ള ആലോചനയും തയ്യാറെടുപ്പും നടക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു CITUവിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം ചേർന്നത്. ആ സമ്മേളനത്തിൽ ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തു. അതിശക്തമായി തൊഴിലാളികളെ സംഘടിപ്പിച്ച് യോജിച്ച സമരത്തിലേക്ക് പോകാനുള്ള പരിശ്രമം നടത്താനാണ് സമ്മേളനം തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഭാരവാഹികളെയും കമ്മിറ്റിയൊക്കെ എലക്ട് ചെയ്ത് സമ്മേളനം വളരെ വിജയകരമായി അവസാനിച്ചു.
ആന്ധ്രാപ്രദേശിലാണ് വിശാഖപട്ടണം. വളരെ ആവേശകരമായ പ്രകടനത്തോടും പൊതുസമ്മേളനത്തോടും കൂടിയാണ് സമ്മേളനം അവസാനിച്ചത്. അത്ര ആവേശകരമായ നിലയിൽ തൊഴിലാളികൾ അണിനിരന്നു. അവിടുത്തെ തൊഴിലാളി പ്രസ്ഥാനം നല്ല കരുത്തുള്ള തൊഴിലാളി പ്രസ്ഥാനമാണ്. അതെല്ലാം പ്രകടമായിരുന്നു ആ സമ്മേളനത്തിൽ. അപ്പോൾ വരാൻ പോകുന്ന ചുമതലകൾ ഏറ്റെടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും സന്നദ്ധമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ നിങ്ങൾ നൽകിയ സ്വീകരണം ഹൃദ്യമായ സ്വീകരണമാണ്. വിയന്നെ പോലുള്ള കാരണവന്മാരെല്ലാം ഇവിടെ എത്തിച്ചേർന്ന് വളരെ സന്തോഷകരമാണ്. ശിവരാമേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടില്ല. ശിവരാമേട്ടൻ ശിവരാമേട്ടൻ ഉണ്ടെന്ന് എന്നോട് സഹാക്കൾ പറഞ്ഞു. പഴയ കാലത്ത് ഞങ്ങളൊക്കെ ഒരുമിച്ച് ആ സമ്മേളനത്തിലൊക്കെ പണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പഴയ സഹാക്കളെല്ലാവരും കാണാൻ സാധിച്ചു. സഹപ്രവർത്തകരായ സഹാക്കളെ കാണാൻ കഴിഞ്ഞു. എല്ലാം വലിയ സന്തോഷം. മറ്റെവിടെ ലഭിക്കുന്ന സ്വീകരണത്തെക്കാൾ ഹൃദ്യമാണ് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നിങ്ങൾ നൽകുന്ന ഈ സ്വീകരണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട്